ഇന്ന് നമ്മൾ വിഷു ആയിട്ട് നമ്മൾ വിചാരിച്ചു നമ്മുടെ പുതിയ ഫ്ലാറ്റിലേക്കുള്ള കുറച്ച് നല്ല ചെടികളും പോട്ടും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്റെ ഗേൾ ഫ്രണ്ട്സിന്റെ പേരിൽ ഓരോ പ്ലാന്റുകൾ വീട്ടിൽ വെക്കേണ്ടതാണ്. ഇത്രയ്ക്ക് ആവശ്യമുണ്ടോ? ഒരു തേപ്പ് കിട്ടിയ സ്ഥിതിക്ക് രണ്ടാഴ്ച പാലവാച്ചും കാണാൻ ചാൻസ് ഉണ്ടല്ലേ? ഏതാണ് കാമുകി പേരെന്തോടുന്ന ചെടി? ഈ വയസ്സാം കാലത്ത് ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമ്മൾ നടത്തി കൊടുക്കണം. പ്രാദേശിക കാമുക പറഞ്ഞ എനിക്കില്ല, പാപ്പുവിന്റെ തേക്കാൻ പോകണം. പാപ്പു ആ പെണ്ണിനെ ചതിച്ചെന്ന് പറയും. അതിന്റെ അർത്ഥം, അതിന്റെ ദ്വയാർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി എന്റെ ഡാഡി മമ്മി കാണുന്ന വീഡിയോ കേട്ടോ, കുറെ നാളെങ്കിലും മുണ്ടെടുത്ത് കഴിയുമ്പോൾ സുഖമുണ്ട് കേട്ടോ. വെറുതെ ആൾക്കാർ മുണ്ടെടുത്ത് ഞാൻ ഓഫീസിലേക്ക് വിടുന്നില്ല, പിറ്റേ ദിവസം വീട്ടിൽ കയറ്റത്തുമില്ല. എന്നെ പോലൊരു ഭാര്യനെ ഇനി എവിടെ കിട്ടും? ഈശാൻ എന്നും ചോദിക്കും, ബാക്കി ഒന്നിനും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എന്റെ ഡ്രാഗൺ ബോൾക്ക് വെള്ളം ഒഴിക്കണേന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് പോകുന്നത്. അതിന്റെ ആവശ്യമില്ല, ഇവിടെ എല്ലാവർക്കും ആ ചെടിയെ ഇഷ്ടമല്ല. അതെന്താ പറയാമോ? ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വിഷു ആണ്, അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു പറയുന്നു. ഹാപ്പി വിഷു. ഇന്ന് നമ്മൾ വിഷു ആയിട്ട് നമ്മൾ വിചാരിച്ചു നമ്മുടെ പുതിയ ഫ്ലാറ്റിലേക്കുള്ള കുറച്ച് നല്ല ചെടികളും പോട്ടും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ. കാര്യം വിഷു ആയിട്ട് വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല, അടൂരും പോകാൻ പറ്റില്ല, ട്രിവാൻഡ്രത്തും പോകാൻ പറ്റില്ല. കാര്യം വീടിന്റെ പണികൾ വളരെ ദ്രുതഗതിയിൽ നടക്കുന്നതുകൊണ്ട് സമയം കിട്ടിയില്ല. അപ്പൊ എന്തായാലും വിചാരിച്ചു കാണാൻ ചാൻസ് ഉണ്ടല്ലേ? 1-2 ആഴ്ചക്കകത്ത് ഞങ്ങളുടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ. അല്ല, അങ്ങനെയല്ല 1-2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തും. അപ്പൊ അതിനു മുമ്പ് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മേടിച്ച് ഞങ്ങൾ പണികളൊക്കെ തീർത്തോണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ രണ്ടുപേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റമാണ് ചെടികൾ. ഈശാന് കൂടെ കൂടിയിട്ട് എനിക്കിപ്പോൾ ചെടികളൊക്കെ ഇഷ്ടമാണ്. അപ്പം വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം പ്ലാന്റ്സ് മേടിക്കണം. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവിങ് പ്ലാന്റ്സ് വേണ്ട, പ്ലാസ്റ്റിക് മതി എന്നാണ്. പക്ഷെ പിന്നെ ഇവിടെ വന്ന് ശരിക്കും ജീവനുള്ള ചെടികളെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എന്തായാലും നമുക്ക് കുറെ ചെടികൾ മേടിക്കാം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്റെ ഗേൾ ഫ്രണ്ട്സിന്റെ പേരിൽ ഓരോ പ്ലാന്റുകൾ വീട്ടിൽ വെക്കേണ്ടതാണ്. അതിന്റെ ആവശ്യമുണ്ടോ സജി? അതായത് നമ്മുടെ ഗാർഡൻ മിണ്ടാതിരിക്കുന്നത് ബോബിയാണ്, നമ്മുടെ ഓളിനോളാണ്. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കും. പ്രൊഡക്ഷൻ കൺട്രോളർക്കും മാനേജർക്കും പ്രൊഡ്യൂസർക്കും കോ പ്രൊഡ്യൂസർക്കും എല്ലാം കമ്മാണ്. ഓക്കെ, അപ്പൊ ഇഷാന്റെ അഭിപ്രായത്തിൽ അപ്പം ഇഷാന്റെ ഒരു അഭിപ്രായ പ്രകാരം നമ്മുടെ ബാൽക്കണിയില് ഇഷാന്റെ ഓരോരോ കാമികുമാരുടെ ഓർമ്മയ്ക്ക് ഓരോരോ ചെടികൾ മേടിച്ചിട്ട് അവരെ ആ പേരിട്ട് നിർത്തണം എന്നാണ് ഇഷാന്റെ ആഗ്രഹം. ശരി, നമുക്ക് ചെയ്യാം. ഒരാളുടെ തുടങ്ങാം. ഇനിയുള്ള ബാക്കിയുള്ള ഗേൾ ഫ്രണ്ട്സ് വരുമ്പോ ഓരോന്നായിട്ട് വെക്കാം നമുക്ക്. അപ്പൊ ആ ഒരാളുടെ പേരും വിശദാംശങ്ങളും ഏത് ചെടി വേണം? കള്ളിമുള്ളാണോ നോക്കുന്നത്? കള്ളിമുല്ലല്ല, ഇങ്ങനെ ബഡ്സ് ചെയ്ത് വളർത്തിക്കൊണ്ട് ഒരു തേപ്പ് കിട്ടിയ സ്ഥിതിക്ക് കള്ളിമുള്ളിലോട്ട് പോകുന്നതിന് കുറച്ച് പ്രതീകാത്മകം. തേപ്പ് കിട്ടിയെന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അതിനോട് പ്രസക്തി ഉണ്ട് അല്ലേടാ? കുറച്ച് നാളത്തേക്ക് പ്രസക്തി ഉണ്ട് അല്ല, ഞാൻ കുറച്ച് നാളത്തേക്ക് സ്നേഹിച്ചെന്നിരിക്കും, കുറച്ച് നാളത്തേക്ക് സ്നേഹിക്കാതിരിക്കുന്നിരിക്കും. ഓക്കെ, ഇപ്പം ഏതാണ് കാമുകി പേരെന്തോടുന്ന ചെടി? പേര് പറയാകത്തില്ല. ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് ഞാൻ പേര് പറഞ്ഞോട്ടെ. ഗോപിച്ചെടിയോ? ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ 4 പേര് ഈ കഥ കേട്ടതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഞെട്ടല്ലേ. ഞാൻ പിന്നെ പണ്ടേ കേട്ട് തഴമ്പിച്ച് മടുത്ത് കിടക്കുന്ന കഥയാണ്. ഒരു പാവം തേച്ചതാ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പാപ്പുവിന്റെ ആ തേപ്പിന്റെ ഓർമ്മയ്ക്കായി നമ്മൾ ചെടി മേടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കള്ളുമുള്ളി ആരാണ് തേച്ചത്? പാപ്പ കരിഞ്ഞു മെഴുകുമായിരുന്നു. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം കുറച്ച് നാളത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പിരിയേണ്ടി വരും. അപ്പൊ നമ്മുടെ ആ കാമുകിക്ക് വേണ്ടിയിട്ട് പാപ്പുവിന്റെ ആഗ്രഹങ്ങളല്ല നടന്നോട്ടെ. ഞാൻ വിചാരിച്ചു ഈ വയസ്സാം കാലത്ത് ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമ്മൾ നടത്തി കൊടുക്കണം. പ്രായത്തിന് എന്റെ ആഗ്രഹത്തിൽ ഒരു മിനിമം ഇത്രയെങ്കിലും ഉള്ള ഒരു ഹൈറ്റ് ഉള്ള മരമാണ് ഞാൻ. എന്റെ അഭിപ്രായ പ്രകാരം എന്റെ മോനും ഈ മരവും കൂടെ ഫ്ലാറ്റിന്റെ പുറത്ത് കിടന്നോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. നമുക്കവിടെ കാർ പാർക്കിങ്ങിലോ പുറത്ത് മറ്റേ ബസ് സ്റ്റാൻഡിലോ എവിടെയാണെങ്കിലും അതൊക്കെ മോശമല്ലേ? ഒരു മോശമില്ല. ഇത്രയും വലിയ ചെടി എനിക്ക് എന്നെയും എന്റെ ചെടിയെ പുറത്താക്കുന്നത് ധാർമ്മികമായിട്ട് തെറ്റാണ്. ഇനി ആ ഫ്ലാറ്റിൽ ഓരോ വഴക്കുണ്ടാകുമ്പോഴും പാപ്പുവിന്റെ ആ മരത്തിൽ നിന്ന് ഓരോ ഇതളുകൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ മൊട്ട അടിച്ചു നിർത്തും. അനാവശ്യം പറയരുത് കേട്ടല്ലേ. എന്തേ വേരോടെ ഞാൻ പിടിച്ചളയും. ഞാനത് ബഡ്സ് ചെയ്യും, നോക്കും. ചെവിയിലിടുന്നതോ? അല്ല, കട്ട് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞതാ. ഓക്കെ, അപ്പൊ ആദ്യം ഏതാ എടുക്കുന്നേ? നോക്കാം. ആദ്യം നിനക്കുള്ള കുഞ്ഞു കുഞ്ഞു നിനക്കുള്ളതൊക്കെ എനിക്കെല്ലാം വേണം. എനിക്കങ്ങനെ ആരുമില്ല, എനിക്കങ്ങനെ നിർത്താൻ പേരിട്ട് നിർത്താൻ വല്ല തേച്ച കാമുകമാർന്ന് എനിക്കില്ല. പപ്പുവിന് തേക്കാൻ പോവാണ്. ആദ്യമായിട്ട് മുൻകൂട്ടി തേപ്പിന് മറ്റേ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നിട്ട് തേക്കുന്നത്. നമുക്ക് ചെടി എടുക്കാം. പൂക്കളുള്ളത് വേണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഇത് കൊള്ളാവോ?
അതെ ഇങ്ങോട്ട് ഈ ക്യാമറ ഇങ്ങോട്ട് ഈ വീഡിയോയിൽ പാപ്പുവിനെ തേച്ചു എന്ന് പറയുന്നത് പാപ്പുവിനൊരു ക്ഷീണമല്ലേ എന്ന് പറഞ്ഞ് പാപ്പുവിനടുത്ത് വക്കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ മാറ്റി പറയും പാപ്പു. അപ്പൊ ഞാൻ മാറ്റി പറയും പാപ്പു ആ പെണ്ണിനെ ചതിച്ചെന്ന് പറയും. പക്ഷെ അതല്ല കേട്ടോ എന്റെ ഹീറോയിസം. പാപ്പു ഭയങ്കര ഹീറോ ആയിരുന്നു. പാപ്പുവാണ് പെണ്ണിനെ ചതിച്ചത്. വെരി ഗ്രേറ്റ്. എന്തൊരു കരച്ചിലായിരുന്നു പറയാ പാവു. അതിപ്പോ പറയേണ്ട കാര്യം. ഞാൻ ഈ ചെടി ഒരെണ്ണം എടുത്തായിരുന്നേ. എടാ ഇത് വേണോ? ഇത് വേണോടി ഏഞ്ചല? ഇത് വേണോ? ഇത് ശരി, റെഡ് വേണ്ട. ഈ ഗ്രീൻ എടുക്കുമ്പോ പേരായിട്ട് എടുക്കുക. യുണീക്കാണ്. ഓരോന്നും പേരാണ്. അപ്പന്റെ ഓരോ ലൈനുകൾ യുണീക്ക് ആയിരുന്നില്ലേ? ഓരോ ലൈനുകൾ യുണീക്ക് ആയിരുന്നില്ലേ? പല പല സ്വഭാവങ്ങൾ. ഞാൻ അവരെ ട്രീറ്റ് ചെയ്യുന്ന യുണീക്കിലായിരുന്നു. എന്താ ഉദ്ദേശിച്ചത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇവള് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പലതും ചെയ്യും. അപ്പൊ നമ്മൾ ചെടി മേടിക്കാൻ വന്നതാണ്. ശരിയാ, നമ്മുടെ വിഷയം കടന്നു പോകുന്നു. മാറി പോകുന്നു. ഇത് മേടിക്കണോ ഒരെണ്ണം? അത് മേടിച്ചോടി, നല്ലതാ. അല്ല ഞാൻ ചോദിക്കുന്നത് ഒന്ന് രണ്ടെണ്ണം വീതം വേണ്ട, ഓരോന്നോരോന്ന് എടുത്താലോ? എടി മരങ്ങളാണെങ്കിൽ പോലും പേരായിട്ടിരിക്കുന്നതാണ് എന്റെ ഭംഗി. പേർ ഈസ് ഓൾവേസ് ബെറ്റർ, റൈറ്റ്? പേർ ഈസ് ഓൾവേസ് ബെറ്റർ. ഏത് പേരാണ് ഉദ്ദേശിച്ചത്? ഒന്ന് മാറി കൈയെടുക്കൂ. വെറുതെ നിൽക്കല്ലേ പപ്പു തുറണം പിടിച്ചേ. അല്ല ഞാൻ ചോദിച്ചത് സീരിയസ്ലി ചോദിച്ചത്. ആണോ? പേരായിട്ട് എടുക്കുന്നതാണ് എന്റെ ഭംഗി. അല്ല ഞാൻ പറയുന്നത് ഒന്നും ഒരുമിച്ച് വെക്കത്തില്ല. നാലെടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് വെക്കുള്ളൂ. ഞാൻ വിചാരിച്ചു ഓരോന്നല്ല നല്ലത്. എല്ലാം ഒരേപോലത്തെ ഡിഫറെന്റ് ഉണ്ടാവില്ലല്ലോ. ആ എണ്ണം ഇല്ല. എത്ര എണ്ണം ഉണ്ട് അത്ര കൂടിക്കൊണ്ടിരിക്കും. എനിക്ക് ബാൽക്കണി ഒരു കാർഡാക്കണം എന്നാണ് എന്റെ. ഇനി കൂടിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞില്ലേ. അതിന്റെ അർത്ഥം, അതിന്റെ ദ്വയാർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയും കൂടിക്കൊണ്ടിരിക്കുന്ന വെച്ചാല് ഇതുപോലെ പേരിട്ട് വരുന്ന ചെടികൾ തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ ഒരു 5 ഉണ്ട്. ആണ്ടെ ചെറുക്കനെല്ലാം പറഞ്ഞോണ്ടല്ലോ ഇവിടെ. എന്റെ ഡാഡി മമ്മി കാണുന്ന വീഡിയോ കേട്ടോ. എന്റെ ഡാഡി ഡാഡിയും മമ്മി ഇത് കാണും. അത് കഴിഞ്ഞ് അടൂര് പോകുമ്പോഴാണ് ഇത് രണ്ടും. നീങ്ങി വാ, ഡയലോഗ് അടിക്കാതെ എടുക്ക്. അതാണെന്നല്ലേ നശിപ്പിക്കാനായിട്ട്. ഇത് എവിടെയാ മാറ്റി വെക്കുക? ഇവിടെ തന്നെ മാറ്റി വെച്ചാലോ? എല്ലാം കൊണ്ടുവച്ചിട്ട് വരുമോ? നശിപ്പിച്ചു കളയുമ്പോ അങ്ങനെ ഞാൻ പറയും. ഞാൻ ഗുഡ് ഗേൾ അല്ല. ആ ശരിയാ, ചെറിയ ഒറ്റടി. അടുത്ത ആ ചെടി എടുത്താലോ? പക്ഷെ കുറെ നാളെങ്കിലും മുണ്ടെടുത്ത് കഴിയുമ്പോ സുഖമുണ്ട് കേട്ടോ. കാറ്റൊക്കെ ചൂടായതുകൊണ്ടോ കാറ്റ് ഇറങ്ങുന്നത്? വെറുതെ ആൾക്കാർ മുണ്ടെടുത്ത് ഞാൻ ഓഫീസിലേക്ക് വിടുന്നില്ല. അത്രയും കാറ്റ് വേണ്ട, ഫാൻ ഇട്ടിരുന്നാ മതി. നല്ലയാണോ? വലിയ ഭംഗിയില്ല അല്ലേ? മല്ലിച്ചെടി പോലെ ഇരിക്കുന്നോ? ഇനി ഏറ്റവും സ്പെഷ്യസ് ആയിട്ട് എന്റെ പ്ലാൻ എടുക്കണ്ടേ? അതെ, എന്റെതെല്ലാം എടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ഇത് നല്ലയാണോ? അവസാനം നീ എന്റെ സ്ഥലമില്ലാതാക്കാനല്ലേ ഡയലോഗ്. എനിക്ക് ഇതിന്റെ ഒരെണ്ണം കൂടെ പക്ഷെ വേണമെന്നുണ്ട്. വലുതെടുത്തത് ഏഞ്ചലെ, നമ്മൾ ഇതിനെക്കാട്ടിലും വലുതല്ലേ എടുത്തത്? അത് അത്ര വലുതുണ്ടായിരുന്നോ ഇവിടെ? പീസ് ലില്ലി ഇൻഡോറിനകത്ത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്ന പ്ലാന്റ് ഏതാ? ഇതൊക്കെ എന്ത് മണി പ്ലാന്റോ? ആര് പറയുന്നുണ്ട്? എനിക്ക് സംശയമുണ്ട്. മണിക്കുട്ടി. ആ മണിക്കുട്ടി പാവം. ഇതിന്ന് പറഞ്ഞ എടുത്ത നല്ലത്. ഇത് നല്ലയാണോ? ഭംഗിയുണ്ടോ? ഔട്ട്ഡോർ ആണോ? എന്നാ അങ്ങോട്ടേക്ക് ചലിക്കാം. ഗോപിക വസന്തം തേടി പനമാലി. അയ്യോ വഴിയില്ല, സോറി ചേട്ടാ. വെട്ടിയാ ശ്രദ്ധിക്കായിരുന്നാ മതി. ഇങ്ങോട്ടാ അധികം മൈൻഡ് ചെയ്യായിരുന്നാ മതി. കുറച്ച് കഴിയുമ്പോ നിർത്തിക്കോളൂ. ചേട്ടാ ഞാൻ എല്ലാം എടുപ്പിച്ചോളാം. ഇന്ന് ഓണാണോ? ഹാപ്പി ഓണം. പൂവേ പുലി. തൊടുപുഴയില് കൃഷി ഉണ്ടല്ലേ? കഞ്ചാവ് പിന്നെന്തോ സ്വന്തമായിട്ട് കൃഷികളാണോ കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് നല്ലതേതാ? നല്ലത് മണപ്പിച്ച് നോക്കാം. അല്ല നല്ലതേതാ? അതല്ല, മെർലിനോട് ആധികാരികമായിട്ട് ചോദിക്കുമ്പോ കാണുന്നവര് വിചാരിക്കേ മറ്റേ ചെടികളെ പറ്റി എന്തോ ഗവേഷണമൊക്കെ നടത്തിയിട്ട് വന്നോണ്ടിരിക്കും. ആൾക്ക് വീട്ടിൽ കുറെ ചെടികളുണ്ട്. അപ്പൊ അതിനെ പറ്റി കുറച്ച് അറിവുണ്ട്. എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. അല്ല നല്ലത് നോക്കിയിട്ട് മെർലിനെ കൊണ്ട് എടുപ്പിക്കാൻ. ഇതിൽ ഏതാ നല്ല ഏതാ? ആ മൂഡ് നല്ലതല്ലേ? ആ ഇരിക്കുന്നേ. അയ്യോ ഇവിളെക്കാട്ടിലും നന്നായിട്ട് എനിക്കറിയാം കേട്ടോ. അത് തന്നെയാ ആ ഇരിക്കുന്ന മൂഡ്. ഇല്ലല്ലോ. ഇത് കൊള്ളാടി. അതെടുക്കാം. വരുന്നു അതെടുക്കാം മെർലിനെ. എന്തോ പ്രശ്നം എന്തോ ബാബുന്? വരും, അടുത്തേക്ക് നിൽക്കൂ. എന്നെ പോലൊരു ഭാര്യനെ ഇനി എവിടെ കിട്ടും? പണ്ടത്തെ കാമുകിയുടെ ഓർമ്മയ്ക്ക് വീട്ടില് മരം വളർത്താൻ വരെ അനുവാദം കൊടുത്ത ഭാര്യ. ഗേൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വേണ്ടി ഓരോരോ ചെടികൾ വെച്ചോട്ടെ എന്ന് എന്നോട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാൻ വെച്ചോളാൻ പറഞ്ഞു. ഇതുപോലൊരു ഭാര്യ ഇനി കേരളത്തിൽ ഇനി എവിടെ കിട്ടും? ഒരിക്കലും കിട്ടത്തില്ല. ഭയങ്കര പാടാ. ഇവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞേ? ഇല്ല, നമുക്ക് ഇൻഡോർ കയറിയാലോ? ഭയങ്കര ചൂടും വെയിലും.
എടുത്ത് തീർക്കാം. അപ്പോൾ കുറച്ച് സമാധാനം. ഞാൻ ചോദിക്കുന്നത് ഇതോ കൊള്ളാവടി. ലൈറ്റിങ് വരുന്ന സമയത്ത് നോക്കണം. 2-3 ഷെയ്ഡ് വരുന്ന കളേഴ്സോ. ഇതോ എനിക്ക് ഇതും ഇഷ്ടമായി. പിന്നെ നീ ഞാൻ ഉദ്ദേശിച്ചത് ഇത്, ഇതല്ലെങ്കിൽ ഇതിലേതെങ്കിലും. ഇത് കളർ ഭംഗിയിരിക്കുവാ. ഇതൊക്കെയാ. ഇവിടെ കുറേ പോട്ടുണ്ട് കുഞ്ഞു കുഞ്ഞിത്. ഇതൊക്കെ കണ്ടോ, തവളക്കുഞ്ഞിൻ്റെ ഫാമിലി തവളക്കുഞ്ഞ്, അച്ഛൻ അമ്മ കുഞ്ഞ് തവളക്കുഞ്ഞിൻ്റെ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് നല്ല ഒത്തിരി പോട്ടുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഏകദേശം കുറച്ച് ചെടികളൊക്കെ സെലക്ട് ചെയ്ത് കുറച്ച് പോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ചെടികൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത് ഞാൻ ഒറ്റയ്ക്ക് പോയി തനിയെ എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. പിറ്റേ ദിവസം തൊട്ട് വീട്ടിൽ കയറ്റത്തുമില്ല. വേണ്ട, ഞാനും ചെടിയും കൂടെ വെളി കിടന്നോളാം. എവിടെ കിടക്കും? വെളി കിടക്കും, ബാൽക്കണി കിടക്കും. അപ്പം ഇറങ്ങാം. ഭയങ്കര ചൂട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ദേ നമ്മൾ ചെടിയും കാര്യങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും ഇന്നലെ തന്നെ ചെയ്യേണ്ട വൈൻഡപ്പ് ആയിരുന്നു. പക്ഷേ ഇന്നലെ അവിടെ നിന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ടയർഡായി വൈൻഡപ്പ് എടുക്കാൻ മറന്നുപോയി. ഇത് നെക്സ്റ്റ് ഡേ നമ്മൾ വീട്ടിൽ ഈ ചെടികളൊക്കെ കൊണ്ടുവന്ന് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് കേട്ടോ. ഇനി കുറേ പോട്ടുകൾ ബാക്കിയിരിപ്പുണ്ട്. അതിലേക്ക് നടാനുള്ള കുഞ്ഞു കുഞ്ഞു ചെടികൾ ഇനി മേടിക്കാനുണ്ട്. അങ്ങനെ ഏകദേശം ഇതിനൊക്കെ ഇനി നമുക്ക് ഇതിനൊക്കെ ഇനി നല്ലൊരു പോട്ട് മേടിക്കണം. എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ പ്രകാരം ഇതിൻ്റെ 4 എണ്ണം ഉണ്ട്. 1, 2, 3, 4. ഈ 4ഉം കൂടെ ഒരു വലിയൊരു പോട്ട് മേടിച്ചിട്ട് ഒരു വലിയൊരു ബഞ്ച് പോലെ ഇങ്ങനെ ഒരുമിച്ച് നിർത്താനുള്ള പരിപാടിയാണ്. നമ്മുടെ ഈ പ്ലാന്റ് നിൽക്കുന്നില്ലേ, അതുപോലെ നല്ല ഹൈറ്റിൽ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിയ പോട്ട് മേടിക്കണം. എന്നിട്ട് അതിനിങ്ങനെ വലിയൊരു മരം പോലെ അങ്ങനെ മരമല്ല, ചെടി പോലെ നിർത്താനുള്ളൊരു പരിപാടിയിലാണ്. പിന്നെ ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. പീസ് ലില്ലി അല്ലേ? പീസ് ലില്ലിയാണ്. പിന്നെ മണി പ്ലാന്റ് മേടിച്ചു. ഇവരുടെ പേരൊന്നും എനിക്കറിയില്ല. ഇവരുടെ പേരെന്തായിരുന്നു? എന്തോ ഒരു പേരുണ്ടായിരുന്നു. ആ പേരെല്ലാം മറന്നുപോയി. കുറേ പേരുകൾ അവിടെ നിന്ന് മേടിച്ചിറങ്ങുന്ന ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഇതിൽ ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് നമ്മളിൽ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3 എണ്ണം ഉണ്ട്. ഇതെനിക്ക് പണ്ടും ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ്. അത് പിന്നെ കുറേ നാൾ ഞാൻ ഷൂട്ടിനൊന്നും ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് മരിച്ചു. ഇനി അതിനെ നന്നായിട്ട് നോക്കണം. പിന്നെന്താ, പിന്നെ ചെടികളിൽ ഈ ചെടി, ഇതിലേതോ ഒരു ചെടി കുട്ടിയിട്ടിട്ടുണ്ട്. അത് അതിലാന്ന് തോന്നുന്നു അല്ലേ? ഒരു കുഞ്ഞ് തളിര് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ഇന്നലെയാണ് കണ്ടുപിടിച്ചത്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനി എവിടെയൊക്കെ എങ്ങനെയൊക്കെ വെക്കണം എന്നൊരു പ്ലാനും ഇല്ല. ഞാൻ ഒരു ചെടികൾ മനസ്സിൽ വെക്കാനുള്ള സ്ഥലം കണ്ടിട്ടല്ല മേടിച്ചത്. ആകപ്പാടെ വെക്കാൻ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്ന ഒരൊറ്റ ചെടി നമ്മുടെ ലിവിംഗ് റൂമിൽ വലിയൊരു പോട്ടിൽ വലുതൊരെണ്ണം വേണമെന്നുണ്ടായിരുന്നു. അത് കുറേ തപ്പി, പക്ഷെ അതിന് കിട്ടിയില്ല. അപ്പൊ അതിന് പകരമാണ് നമ്മൾ ഈ 4 കുട്ടിച്ചെടി എടുത്തിട്ട് അതിനെ ഒരുമിച്ചാക്കാന്ന് വിചാരിച്ചത്. ഈ സാധനം എടുക്കുമ്പോഴും എവിടെ വെക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. അതാണ് വാസ്തവം. ഇതെല്ലാം അങ്ങനെ മേടിച്ചു തന്നെയാണ്. ഇത് ഇനി വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ എവിടെയൊക്കെ ഇരിക്കാനായിട്ട് മാച്ച് ആവുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇനി നിർത്തും. ഇനി പുറത്ത് ഒരു 5 പോട്ടെങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു, ഒഴിഞ്ഞിരിപ്പുണ്ട് ചെടികൾ മേടിക്കാനായിട്ട്. ഇപ്പൊ എനിക്ക് ചെടിപ്രാന്തായി. ഞാനിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ ചെടിക്കട എന്ന് പറയുമ്പോഴേ ഒരു വണ്ടി വിട്ടോ ചെടിപ്രാന്താണ്, വണ്ടി നിർത്തണ്ടെന്ന് പറയും. കാര്യം ഇനി ചിലപ്പോൾ മേടിച്ചു കഴിഞ്ഞാൽ അധികം ആയിപ്പോയല്ല. അധികമാവില്ല, എവിടെയെങ്കിലൊക്കെ ഞാനിങ്ങനെ കുത്തിക്കയറ്റി ഫില്ല് ചെയ്യും. എന്നാലും നമുക്കിനി ഓരോന്ന് അറേഞ്ച് ചെയ്ത് വന്നിട്ട് ഓരോ സ്ഥലങ്ങൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് മേടിക്കാം. അതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ ഓഫീസിൽ വെക്കാനും എന്തായാലും കുറച്ച് ചെടികളൊക്കെ വേണ്ടി വരും. അതും ഈ പറഞ്ഞ പോലെ എങ്ങനത്തെ വേണം, വലുത് വേണോ, മീഡിയം സൈസ് വേണോ, ചെറുത് വേണോ. അവിടെ ഓഫീസിലും എൻ്റെ മനസ്സിൽ ഒരു 2 വലിയ ചെടി വേണ്ടി വരും. നമ്മുടെ പ്രയർ യൂണിറ്റിന്റെ താഴെ വെക്കാനും പിന്നെ അല്ലാണ്ട് ഒരു ഡോറുണ്ട്, ഒരു ഡോറിന്റെ സൈഡിൽ വെക്കാനും. അവിടെ 2 വലുത് വേണമെന്ന് എനിക്കറിയാം. അപ്പൊ അത് മനസ്സിൽ കണ്ടിട്ടുണ്ട്. ബാക്കിയൊന്നും ഒരു പ്ലാനിങ്ങും ഇല്ല. പിന്നെ ഓഫീസിനുള്ളിൽ നമ്മുടെ ക്യാബിനുള്ളിലൊക്കെ വെക്കാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ മേടിക്കണം. ഇതിൽ ഒരാളെ ഓൾറെഡി ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഈ കണ്ണാടി വെച്ച മനുഷ്യൻ. ഇത് ഓഫീസിലേക്കുള്ളതും ഇവന് എന്റെ ഫ്ലാറ്റിലേക്കുള്ളതും ഇവളെ ഞങ്ങളുടെ ഓഫീസിലേക്കുള്ളതാണ്. കണ്ടോ, രണ്ടുപേരും ഇരട്ടയ്ക്കുണ്ടായതുപോലെ ഇരിക്കുന്നുണ്ടോ? പക്ഷെ ഇവള് കുറച്ച് ഫൂഡിയാണ്. അതൊരു വണ്ണം വെച്ച് കുറച്ച് വലുപ്പം കൂടിപ്പോയി. ആഹാരം കഴിക്കാൻ ഭയങ്കര മടിയാന്ന് നിർബന്ധിച്ചൊക്കെ കഴിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി ചെറുതായിപ്പോയി. ഓക്കെ, ഇവർ രണ്ടുപേരുമാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ആൾക്കാർ കേട്ടോ. ഓക്കെ, ഈ ആളെ മേടിച്ചപ്പോ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു അവിടെ വെക്കണം എന്നുള്ളത്. ഇത് കിച്ചണില് നമ്മുടെ കുക്ക് ചെയ്യുന്നതിന്റെ കുക്കിംഗ് സ്ലാബില്ലേ, അവിടെ നിന്ന് എനിക്ക് കാണാൻ പാകത്തിന് കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴേക്കും ഞങ്ങൾക്കൊന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഞാൻ അവിടെ വെക്കും. പിന്നെ പ്രയർ യൂണിറ്റിന്റെ സൈഡിൽ വെക്കാൻ എനിക്ക് പൂക്കളുള്ള എന്തെങ്കിലും വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അങ്ങനെയുള്ളൊന്നും കിട്ടിയില്ല. അപ്പൊ ഇനി പ്രയർ യൂണിറ്റിന്റെ സൈഡിൽ ഇനി മിക്കവാറും ഫ്രഷ് ഫ്ലവേഴ്സ് തന്നെ വെക്കാനാണ് സാധ്യത. അറിയില്ല, നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോയിൽ ത്രൂ ഔട്ട് ഇച്ചാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചെടി ഉണ്ടായിരുന്നല്ലോ, ഇച്ചാൻ്റെ ഓർമ്മയ്ക്കായിട്ട് മേടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രാഗൺ കുഞ്ച് എന്നല്ല കേട്ടോ എൻ്റെ പേര്. എന്തൊരു മോൺസ്റ്റർ, അങ്ങനെ എന്താണ്, മോൺസ്റ്റേറ. പക്ഷെ ഞങ്ങൾ ഇട്ടേക്കുന്ന പേര് ഡ്രാഗൺ കുഞ്ച്. അതിന്റെ ഒരല്ല ഇപ്പൊ തന്നെ ചാകാറായി. എനിക്കെന്തോ ചെറിയൊരു സന്തോഷമൊക്കെ ഇല്ല കേട്ടോ, ചുമ്മാ സന്തോഷമൊന്നും ഇല്ല. അതിന് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല, അത് അങ്ങോട്ടും പുഷ്ടിപ്പെടുന്നില്ല. കാര്യം നമ്മുടെ വീട്ടിലിരിക്കാനുള്ള വിധിയില്ലെന്ന് തോന്നുന്നു. ഈശാന്റെ ഓർമ്മ പുതുക്കാനുള്ള ചെടി ആയതുകൊണ്ട് ഈശാൻ എന്നും ചോദിക്കും, ബാക്കി ഒന്നിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എന്റെ ഡ്രാഗൺ മോൾക്ക് വെള്ളം ഒഴിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് പോകുന്നത്. അതിന് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടോ. എനിക്ക് അതിന്റെ വളത്തിന്റെ എന്തെങ്കിലും കുറവായിരിക്കും. ഇനി കുറച്ച് വളമൊക്കെ ഇടണം. അത് അതിന്റെ ആവശ്യത്തില്ല. ഇവിടെ എല്ലാവർക്കും ആ ചെടിയെ ഇഷ്ടമല്ല. അതെന്താ പറയാമോ, ഈശാന് കുറച്ച് സോഫ്റ്റ് കോർണർ കൂടുതലുള്ള
ചെടി ആയതുകൊണ്ട് അതിന് നോക്കാൻ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. പക്ഷെ ഞാൻ മാത്രമേ നോക്കുന്നുള്ളേ. അപ്പം ഡ്രാഗൺ ഫ്രൂട്ട്സിന് ഞാൻ ചെടിയും വളമൊക്കെ ഇട്ട് ഞാൻ വളർത്തിയെടുക്കും. അങ്ങനെ അതാണ് ഈശാന്റെ ആ ചെടി. ബാക്കി എല്ലാം എൻ്റെ ചെടികളാണ്. ഈ പുൽച്ചെടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് 1-2 ഇതൊക്കെ ഇച്ചിരി ഒന്ന് വാടി നിൽപ്പുണ്ട്. എനിക്ക് അറിയില്ല കേട്ടോ, എനിക്ക് തോന്നുന്നു ആർക്കറിയാം, വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. ഇനി ഇടയ്ക്കൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണമായിരിക്കും, അറിയില്ല എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന വ്ളോഗ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ വീടിന്റെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ കോണ്ടന്റും കാര്യങ്ങളും കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.